ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 110-ാമത്തെ സങ്കീർത്തനമാണ്. 7 തിരുവചനങ്ങൾ. രാജാവിന്റെ സ്ഥാനാരോഹണം എന്നുള്ളതാണ് തലക്കെട്ട്. മിശിഹായുടെ രാജ്യത്വവും പൗരോഹിത്യത്തെക്കുറിച്ചും ഈ സങ്കീർത്തനം പറയുന്നു. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ നോക്കുക. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. അവിടുത്തെ ശത്രുക്കള് പാദപീഠമാവുകയും ദൈവം മിശിഹായുടെ രാജ്യത്വം സ്ഥാപിക്കുകയും സിയോനിൽ നിന്ന് അവന്റെ അധികാരം വ്യാപിക്കുകയും ചെയ്യണമെന്ന് ഇത് പ്രഖ്യാപിക്കുന്നു. ഇതൊരു രാജകീയ ഗീതമായിട്ട് കാണാനാവും. രാജാവിനെ കുറിച്ചുള്ള പ്രവചനപരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇതിന്റെ ഉള്ളടക്കം. വേറൊരു വിധത്തില് ഈശോയുടെ വരവിനെ കുറിച്ചും ഈശോയുടെ രാജ്യത്വത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള ഒരു വലിയ പ്രവചനമാണ്, മുൻകൂട്ടിയുള്ള പ്രവചനമാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഈ സങ്കീർത്തനം മിശിഹായുടെ തിന്മകളുടെയും സകല ശക്തികളുടെയും ജനതകളുടെയും മേലുള്ള വിധിയെക്കുറിച്ച് ആഴത്തിൽ വിവരിക്കുന്നു എന്ന് നമുക്ക് കരുതാനാവും. ഈശോ പുതിയ നിയമത്തിൽ പലതവണ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ സങ്കീർത്തനം. അവിടുത്തെ രാജകീയവും പൗരോഹിത്യപരമായിട്ടുള്ള പങ്കിനെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ രാജാവും പുരോഹിതനുമായി നൽകിയതിൽ, അവനിലൂടെ ഞങ്ങൾക്ക് രക്ഷ ലഭിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. രാജാവും പുരോഹിതനുമായിട്ടുള്ള ഈശോയെ, അങ്ങയുടെ രാജ്യത്വത്തെയും പൗരോഹിത്യത്തെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങളെ ഭരിക്കണമേ. അനാദികാലം മുതൽ പ്രവചനങ്ങളുടെ ഫലമായിട്ട് അങ്ങ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നതാണ്. ഇന്നത്തെ ദിവസം കർത്താവാണ് മിശിഹ, കർത്താവാണ് രാജാവ്, കർത്താവാണ് പുരോഹിതൻ. അവിടുന്നിലൂടെ മാത്രമാണ് രക്ഷയുള്ളത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ അലയടിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.